ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നമ്മൾ വിശ്വസ്തത എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിശ്വസ്തതയെന്നും അത് ദൈവിക സ്വഭാവമാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ഉൾക്കൊള്ളുന്നുവെന്നും പരിശുദ്ധാത്മാവ് ആരിൽ അധിവസിച്ച് ആരെ നടത്തുന്നുവോ അവരിൽ നിന്ന് ഈ സ്വഭാവം വെളിപ്പെട്ടു വരുമെന്നും അവരിൽ നിന്ന് വിട്ടുമാറാതെ ഈ സ്വഭാവം വെളിപ്പെട്ടു വന്നാൽ ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് ആ മനുഷ്യനെ കണക്കുകൂട്ടി നിത്യമായ അനുഗ്രഹം തലമുറ തലമുറയായും നിത്യതയിലും ദൈവം അവന് കൊടുക്കുമെന്നുമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ മനുഷ്യൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് സദൃശവാക്യങ്ങളുടെ പുസ്തകം 14 അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. വിശ്വസ്ത സാക്ഷി ഭോഷ്ക് പറയുകയില്ല, കള്ളസാക്ഷിയോ ഭോഷ്ക് എന്ന് വിശ്വസിക്കുന്നു. വിശ്വസ്ത സാക്ഷി ഭോഷ്ക് പറയുകയില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നു. അത് കർത്താവ് തന്നെ തൻ്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല എന്ന്. അപ്പോൾ പുതിയ നിയമ വിശ്വാസികളെല്ലാവരും ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനായി ക്രിസ്തു അവരെ അയച്ചിരിക്കുമ്പോൾ അവർ വിശ്വസ്തരായിരിക്കണം, അവർ ഗ്രഹവിചാരകന്മാരായിരിക്കണം എന്നൊക്കെയും നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ വിശ്വസ്തതയുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ ഇടയായി തീർന്നത്. അവർ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത സാക്ഷികളാകുന്നുവെങ്കിൽ ഭോഷ്ക് പറയുകയില്ല. ഭോഷ്ക് എന്ന് പറഞ്ഞാൽ നുണ, വ്യാജം, ഇല്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഭോഷ്ക് എന്ന് പറയുന്നത്. ഇതെവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും വെളിച്ചത്തിൽ നിന്ന് ഈ സ്വഭാവം വെളിപ്പെട്ടു വരികയില്ല. ഇരുട്ടിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നതാണ് ഈ ഭോഷ്ക് അല്ലെങ്കിൽ നുണ എന്നുള്ളത്. ഇല്ലാത്തത് പറയുക, കെട്ടിച്ചമച്ച് പറയുക മുതലായിട്ടുള്ളത്. ലോകത്തിൽ മനുഷ്യവംശത്തെ മുഴുവനും പൊതുവെ രണ്ടായി തിരിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്: വെളിച്ചത്തിൻ്റെ മക്കളും ഇരുട്ടിൻ്റെ മക്കളും. ഈ വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ മക്കളായി തീരണമെങ്കിൽ വെളിച്ചത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണം. വെളിച്ചത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവർ ദൈവത്തിൻ്റെ മക്കളാണ്. വെളിച്ചത്തിൻ്റെ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് ഏകസത്യ ദൈവമാണ്. ദൈവത്തിൽ നിന്നാണ് വെളിച്ചം പുറപ്പെട്ടു വരുന്നത്. ആ വെളിച്ചത്തിൻ്റെ മക്കൾ ദൈവസഭയാണ്. ഇതുപോലെ തന്നെ ഇരുട്ടിൻ്റെ മക്കൾ, അതാണ് ലോകജാതികൾ. അവരുടെ പ്രത്യേകതയെന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, പിശാചിനെ കുറിച്ച് യേശു ഒരു വാക്ക് പ്രകാരം പറഞ്ഞു: പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാവും. പിശാച് എന്ന് പറയുന്നവനാണ് യഥാർത്ഥത്തിൽ ഭോഷ്ക് പറയുന്നത്. പിശാച് പറയുന്ന ഭോഷ്കിൻ്റെ ഭാഗമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്നത്. ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് തൻ്റെ ഹൃദയത്തിൽ പിശാച് പറയാനിടയായി തീർന്നു. അതായത് പിശാചിൻ്റെ ഹൃദയത്തിൽ ഭോഷ്ക് പ്രവേശിപ്പാനിടയായി തീർന്നു എന്നർത്ഥം. അതുവരെയും അവൻ വെളിച്ചത്തിൻ്റെ ദൂതൻ തന്നെയായിരുന്നു. അവനിലുണ്ടായിരുന്ന വെളിച്ചമായിരുന്നു.
ഈ പാപം അവനിൽ വന്നപ്പോൾ അവൻ്റെ ശരീരം ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. എന്നാൽ അവൻ്റെ വ്യക്തിത്വമാണ് ഇരുട്ടായി തീർന്നത്. അതാണ് ഭോഷ്കായി തീർന്നത്, അല്ലെങ്കിൽ നുണയായി തീർന്നത്, വ്യാജമായി തീർന്നത്. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാവും. അതായത് വെളിച്ചങ്ങളുടെ പിതാവ് ദൈവവും ഭോഷ്കിൻ്റെ പിതാവ് പിശാചും എന്ന് ഈ വചനങ്ങളാൽ നമുക്ക് ഏറെക്കുറെ ഗ്രഹിക്കാം. അതും എവിടെ നിന്ന് വെളിപ്പെട്ട് വരുന്നു എന്നുള്ളതൊക്കെയും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ വിശ്വസ്തത എന്ന ദൈവിക ഫലം മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് എങ്ങനെ, അതിന് വിരോധമായി നിൽക്കുന്നത് എന്തെല്ലാം എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ജനമായി മനുഷ്യനെ വിളിച്ച് വേർതിരിച്ച് സഭയോട് ചേർത്ത് മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ വെളിച്ചമാണ്. അവർക്ക് ഒരിക്കലും അവരിൽ ഭോഷ്കുണ്ടാകാനും പാടില്ല. കാരണം അവർ വെളിച്ചത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ് അവരിൽ അശേഷം വ്യാജമില്ല. എന്നാൽ പിശാചിനെ സംബന്ധിച്ച് അവൻ്റെ മക്കളെന്ന് പറയുമ്പോൾ വ്യാജം പറയും. ദൈവം അവരെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചുവോ, അല്ലെങ്കിൽ മനുഷ്യജന്മം മുഴുവനും നമ്മൾ മാലാഖി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലേ നമ്മയൊക്കെയും സൃഷ്ടിച്ചത്. ഇത് ആരോട് പറയുന്നു? മനുഷ്യനായി പിറന്നവനോടൊക്കെയും ഉള്ള വാക്കാണ്. നമുക്കെല്ലാവർക്കും ഒരു അപ്പനാണുള്ളത്, നമുക്കെല്ലാവർക്കും ഒരു ദൈവമാണുള്ളത്, ഒരു ദൈവമാണ് നമ്മയൊക്കെയും സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ഈ ദുഷ്ടജനതയെ ദൈവം സൃഷ്ടിച്ചു? ന്യായമായി നിഷ്കളങ്ക ഹൃദയങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന അസമത്വങ്ങളും അക്രമങ്ങളും സഹിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളും വേദനകളും നിലവിളിയും, ഇങ്ങനെ വേണ്ട എല്ലാ മാനുഷികമായ സമാധാനത്തിന് വിരുദ്ധമായിട്ടുള്ളതും ആശ്വാസത്തിനും നിലനിൽപ്പിനും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോകത്തിലെങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ എന്തിന് വേണ്ടിയിട്ട് ദൈവം ഇവരെയൊക്കെ സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അതിന് ദൈവം പറയുന്ന ഉത്തരം, ദൈവം അതിന് പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അത് ദൈവം ഉദ്ദേശിച്ചതല്ല. ദൈവം ഒരു ദുഷ്ടനെയും ലോകത്ത് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരു ദുഷ്ടൻ ലോകത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന്, മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനായി ഈ ലോകത്തിൽ ആയിരുന്നു. അവനോട് സന്താനപുഷ്ടിയുള്ളവരായി നിറഞ്ഞു കവിയുവാൻ ദൈവം പറഞ്ഞു. അങ്ങനെ സന്താനം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള, അതിന് പറ്റിയതായ 2 വ്യക്തികളാണ് ലോകത്തിലുണ്ടായിരുന്നത്. ഒന്ന് പുരുഷനായ ആദമും, 2 അവൻ്റെ ഭാര്യയായ ഹവ്വയും. ഇവർ 2 പേരെയുമാണ് ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ചത്. അതിൽ നിന്ന് ഈ ഭൂമി നിറയുവാൻ ദൈവം അനുഗ്രഹിച്ച് അയച്ചതാണ്. അങ്ങനെയെങ്കിൽ അവരിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ, അവരുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിറഞ്ഞിരുന്നുവെങ്കിൽ, അത് മുഴുവനും ദൈവത്തിൻ്റെ വ്യക്തിത്വവും വെളിച്ചത്തിൻ്റെ മക്കളും ഇപ്പോൾ ചിന്തിച്ചതുപോലെ വെളിച്ചത്തിൻ്റെ മക്കളുമായി ആകുമായിരുന്നു. യാതൊരു തരത്തിലും ദുഷ്ടനും അവൻ്റെ യാതൊരു ആളുകളും ഇവിടെ ജനിക്കുമായിരുന്നില്ല. ഇവിടെ കോരഹ് എന്ന് പറയുന്ന ആളുകൾ, അതുപോലെ യൂദ എന്ന് പറയുന്ന വ്യക്തി, ഇങ്ങനെ ദുഷ്ടജനം
ഇവിടെ ജനിക്കുമായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ജനിക്കാനിടയായി തീർന്നു? അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ജനിക്കാനുള്ള തൻ്റെ ജനത്തെക്കുറിച്ച്. നമുക്ക് എണ്ണമില്ലെന്ന് തോന്നുന്നുവെങ്കിലും ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാനോ അവയ്ക്ക് പേര് വിളിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ രാത്രി എണ്ണിക്കഴിഞ്ഞാൽ ആ എണ്ണം വരെ തെറ്റിപ്പോവും. അതുപോലെയാണ് ഈ മനുഷ്യവംശം. ഇത്രയും മനുഷ്യവംശം, ഇതിന് മുഴുവൻ കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ എത്ര കോടി ജനം ജനിച്ചിട്ടുണ്ട്, ഗർഭാലസി പോയിട്ടുണ്ട്, ശിശുക്കളായി മരിച്ചിട്ടുണ്ട്, പ്രായം ചെന്നവരായി മരിച്ചിട്ടുണ്ട്, സുബോധമില്ലാത്തവരായി മരിച്ചിട്ടുണ്ട്, മന്ദബുദ്ധികളായി മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനവധി 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 ജീവിതങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ, നമ്മൾ എണ്ണിക്കൂടാത്ത, എണ്ണാൻ സാധിക്കാത്ത ഈ നക്ഷത്രങ്ങളെയൊക്കെയും എണ്ണുന്നവനും ആ എണ്ണി തിട്ടപ്പെടുത്തി അതിനൊക്കെയും പേര് വിളിക്കുന്നവനുമാണ് ദൈവം. ആ ദൈവത്തിന് മുമ്പാകെ ഇന്ന് വരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യരുടെ അക്കങ്ങളൊന്നും മറഞ്ഞിരിക്കുന്നില്ല. അവർക്കൊക്കെയും അതിൻ്റെതായ പേരുമുണ്ട്. ഒരു മനുഷ്യൻ എന്തു തന്നെയായിരുന്നാലും അവൻ പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കുന്നു, മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചും ഇരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ച് ആർക്കും അറിഞ്ഞിരുന്നാലും ദൈവത്തിന് അറിഞ്ഞിരിക്കുന്നില്ല. അതൊക്കെയും ദൈവത്തിന് മുമ്പാകെ ഉണ്ട്. അപ്പോൾ ഇവിടെ ജനിക്കുന്ന എല്ലാ മനുഷ്യരെക്കുറിച്ചും ദൈവത്തിന് എണ്ണമുണ്ട്, എണ്ണമില്ലാത്തതല്ല. അത് ജാതിയിൽ 2 വിഭാഗമുണ്ട്. ഒന്ന്, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നവർ, അതായത് ദൈവത്തിനുള്ളവരല്ലാത്തവരുടെ എണ്ണപ്പെടുന്നവർ. 2, ദൈവത്തിനുള്ളവരുടെ എണ്ണം. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ച കാര്യം വിട്ടുപോകരുത്. എന്തുകൊണ്ട് ഇവിടെ ജനത്തെ, ദുഷ്ടജനത്തെ സൃഷ്ടിക്കാനിടയായി തീർന്നു? ഇതിന് നമ്മൾ പഠിക്കുന്നത്, രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദി എന്നൊരു വാക്ക് നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നു. നമ്മുടെ സഹോദരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവജനം. പൊതുവെ നമ്മുടെ സഹോദരന്മാരെന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ജനമാണ്. നമ്മുടെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദി, ഈ അപവാദി എന്ന് പറയുന്നത് സാത്താനാണ്. ഈ സാത്താൻ രാവും പകലും ദൈവത്തിൻ്റെ ജനത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എതിരാളിയായ സാത്താനെ, അവനെ തടുക്കാനോ അവനെ ശാസിക്കാനോ അവൻ്റെ ശബ്ദത്തെ ഇല്ലാതാക്കാനോ അല്ല ദൈവം ശ്രമിക്കുന്നത്. കാരണം സകല ജഡത്തിൻ്റെയും ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നവനാണ് എതിരാളി. ദൈവം ഒരു ദിവസം അങ്ങ് എഴുന്നേറ്റ് അവനെ വെട്ടി ഇല്ലാതെയാക്കി കളയുമെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കാനില്ല. നീതിമാനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ആർക്കും ഒന്നും തടുക്കാൻ സാധിക്കില്ല. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല. രാവും പകലും ദൈവത്തിൻ്റെ ജനത്തെ കുറ്റം പറയുന്ന ഒരു അപവാദിയുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇയ്യോബിനെതിരെ. ഇയ്യോബ് സത്യസന്ധമായിട്ടും നീതിമാനായിട്ടും നിഷ്കളങ്കനായിട്ടും നേരുള്ളവനായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവനാണ്. അവനെക്കുറിച്ച് ശത്രു ഒരു ദിവസം അവനെ ഒന്ന് നോക്കി, ദൃഷ്ടി വെച്ചു. അവനെ ദൃഷ്ടി വെച്ച് നോക്കിയപ്പോൾ ദൈവം ചോദിച്ചു, നീ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ ദൈവഭക്തനും നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനും ഈ ഭൂമിയിൽ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ട് അവൻ പറഞ്ഞു, അവൻ നിഷ്കളങ്കനായിരിക്കുന്നതും അവൻ ദൈവഭക്തനായിരിക്കുന്നതും നേരുള്ളവനായിരിക്കുന്നതും എന്തുകൊണ്ടാണെന്നറിയാമോ? അവനുള്ള സമ്പത്തിനും അവനുള്ളതിനൊക്കെയും നീ വേലി കെട്ടിയിരിക്കുക. അതല്ലേ, അവൻ്റെ സമ്പത്ത് ദേശത്ത് നിറഞ്ഞിരിക്കുക. അവൻ ഇഷ്ടംപോലെ പണമായി, ധനമായി. അതുകൊണ്ടാണ് അവനിങ്ങനെ ഇരിക്കുന്നത്. തൃക്കൈ നീട്ടി നീ അവനുള്ളതൊക്കെ ഒന്ന് തൊട്, അല്ല അവനുള്ളതൊക്കെയും ഒന്ന് നഷ്ടപ്പെടാൻ അവസരം ഉണ്ടാകട്ടെ. അപ്പോൾ അവൻ നിന്നെ മുഖത്ത് നോക്കി തേച്ച് പറയും. ദൈവം പറഞ്ഞു, ശരി, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു.
പിന്നീട് സംഭവിച്ചത് തനിക്കുള്ളതൊക്കെയും നഷ്ടപ്പെടുന്ന യോബിനെയാണ്. സകലതും നശിച്ചു. അവിടെ ഒരു കാര്യം, വീണ്ടും തൻ്റെ അടുക്കൽ എതിരാളി വരുമ്പോൾ ദൈവം പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ ദാസനായ യോബിന് സംഭവിച്ചതൊക്കെയും അറിയുന്നല്ലോ. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തെ സമ്മതിപ്പിച്ചു, കാര്യമില്ലാതെ നശിപ്പിക്കാൻ. ദൈവത്തിൻ്റെ ഭക്തനെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം സമ്മതിച്ചു എന്നാണ്, ശത്രു സമ്മതിപ്പിച്ചെന്നാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മളിവിടെ ഭൗതികമായത് കാണുന്നു, ചിന്തിക്കുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഇതിനപ്പുറം നമ്മൾ അറിയാതെ ആത്മീക മണ്ഡലത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. അവിടെ എന്ത് നടക്കുന്നു എന്ന് നാം അറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, നമ്മളായിരിക്കുമ്പോൾ തന്നെ നമ്മോടൊപ്പം ദൂതന്മാരുണ്ട്, ആത്മീയ മണ്ഡലങ്ങളിൽ പ്രകാശമുണ്ട്, അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമുക്കത് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ ഭൗതികമായ ജീവിതത്തിലുള്ളവരാണ്. വേദപുസ്തകത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വെളിപ്പെട്ടവരുണ്ട്. ഗഹസി ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ കണ്ണു തുറന്നപ്പോൾ ഏലീശയുടെ ചുറ്റും അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊണ്ട് ദൂതന്മാർ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ യേശു സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവസിംഹാസനവും അവിടെ യേശു എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ടു. ഇങ്ങനെ ആത്മീയ മണ്ഡലങ്ങളിലുള്ളത് കാണുന്ന സന്ദർഭങ്ങൾ സമയമുണ്ട്. അതെന്തുകൊണ്ടെന്നുള്ളതൊക്കെയും ഇപ്പം നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന പോയിന്റ് ഇതാണ്, മനുഷ്യൻ ഇവിടെ ആയിരിക്കുമ്പോൾ അവന് വരുന്ന അനുഭവങ്ങൾ, അവനെ കുറിച്ച് രാവും പകലും ദൈവഭക്തനാണെങ്കിൽ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പിശാച്. ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടു. ഇതുപോലെ തന്നെ യോശുവയെക്കുറിച്ചും പറഞ്ഞു. ഇതുപോലെ തന്നെ എല്ലാ ദൈവഭക്തന്മാരെക്കുറിച്ചും രാവും പകലും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഇവരെ ന്യായം വിധിക്കാൻ, ഇവരെ നശിപ്പിച്ചു കളയുവാനും മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയെ തന്നെ അവനില്ലാതെയാക്കാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഈ വ്യക്തി ഇന്നലെ തുടങ്ങിയതല്ല. ഇവൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പേ ഉള്ളതാണ്. മനുഷ്യ സൃഷ്ടി എന്ന് പറയുമ്പോൾ ലോക സൃഷ്ടിയുടെ 6ാമത്തെ ദിവസമാണ് മനുഷ്യ സൃഷ്ടി. ഈ 6 ദിവസത്തിന് മുമ്പ് ലോക സൃഷ്ടിയല്ല, പ്രപഞ്ച സൃഷ്ടിയേ ഉള്ളൂ. പ്രപഞ്ചത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഈ ലോക സൃഷ്ടി തുടങ്ങിയിട്ടുള്ളത്. അതായത് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, യാമങ്ങൾ മുതലായിട്ടുള്ളതെല്ലാം കർത്താവ് തിരിച്ച് ഇവിടെ കാലങ്ങളും ഇവിടുത്തെ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഒരു ക്രമീകരണം വരുത്തിയതാണ് ലോകത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആ സൃഷ്ടി. അതിനെക്കുറിച്ചാണ്, പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചല്ല. അപ്പോൾ ഇവിടെ ഈ ലോക സൃഷ്ടിക്ക് മുൻപേ തന്നെ ഇവനുണ്ട്. അന്ന് മനുഷ്യനില്ല. അന്ന് മനുഷ്യനില്ല, ആദമില്ല, ലോകത്തുള്ള ഒരു മനുഷ്യരുമില്ല. അന്ന് ദൂതന്മാർ മാത്രമേ ഉള്ളൂ. സകല പ്രപഞ്ചവും ദൂതന്മാരുടെ ആധിപത്യത്തിലാണ്. ഈ സമയത്ത് ഇവൻ്റെ വാഴ്ചയിൽ നിൽക്കുന്ന സമയമാണ്, ഇവൻ ഭരിച്ചു നിൽക്കുന്ന സമയമാണ്. ഇവന് ദൈവം ഉന്നതമേറിയ സ്ഥാനവും അവന് വലിയ അധികാരങ്ങളും അവന് എല്ലാ കാര്യങ്ങളും നൽകിയിരുന്നൊരു സന്ദർഭമാണ്. ഈ സമയത്താണ് അവൻ്റെ ജീവിതം വീഴ്ചയിലേക്ക് പോകുന്നത്. അവൻ പരാജയപ്പെടുന്നതും അവൻ പാപം ചെയ്യുന്നതും അവൻ ദൈവത്തിന് എതിരാളിയായി തീർന്നു. അപ്പോൾ തന്നെ ദൈവം അവനെ വെട്ടി താഴ്ത്തിട്ടു. അവൻ മാത്രമല്ല, അവനോട് കൂടെയുള്ള വലിയൊരു കൂട്ടം ഇങ്ങനെ വീണു പോയി കഴിഞ്ഞ ഒരു കൂട്ടങ്ങൾ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ലൂസിഫർ എന്ന് പറയുന്ന ആ വ്യക്തി, രണ്ടാമത്തത് കെരൂബുകൾ എന്ന് പറയുന്ന യെഹെസ്കേൽ പറയുന്ന 28-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, വീണുപോയ ദൂതന്മാരെന്ന് പറഞ്ഞ് പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ആകാശ സൈന്യം എന്ന് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ എണ്ണമറ്റ, നമ്മെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എണ്ണമറ്റ ഒരു സംഖ്യ കൂട്ടം നീതിയിൽ നിന്ന്, അതായത് തേജസ്സിൽ നിന്ന്, വാഴ്ചയിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞു.
അവർ ദൈവത്തോട് ദ്രോഹം ചെയ്തു. അങ്ങനെ ആ സമൂഹത്തെ മൊത്തം പറയുന്ന ആ സമൂഹത്തിനുള്ള പേരാണ് പിശാചുക്കൾ. ലൂസിഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, പിശാചുക്കൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പറയുന്നു. ഇവന്റെ പ്രവൃത്തിയെ സംബന്ധിച്ചാണ് പറയുന്നത് സാത്താൻ എന്ന് പറയുന്നത്. സാത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ ഭാഷയിൽ എതിരാളി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എതിരാളിയാണ്. അപ്പോൾ എതിരാളി അവൻ്റെ പ്രവൃത്തിയാണ്. പിശാചുക്കൾ എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെ പേരാണ്. ലൂസിഫർ എന്ന് പറയുന്നതും അങ്ങനെ ഉള്ള പേരുകളൊക്കെ എല്ലാം അവരിൽ വ്യക്തിപരമായിട്ടുള്ള പേരുകളാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവം തന്നെ സേവിക്കുകയും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയൊരു പറ്റം ദൂതന്മാർ ദൈവ സന്നിധിയിൽ നിന്ന് വീണ് ദൈവകൃപ നഷ്ടപ്പെട്ട്, തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ സമയത്താണ് ദൈവം സകല ആധിപത്യവും ദൂതന്മാരുടെ കീഴിൽ നിന്ന് മാറ്റി മനുഷ്യന്റെ കീഴിലേക്ക് ആക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. അപ്പോൾ മനുഷ്യന്റെ കീഴിലേക്ക് ആക്കുമ്പോൾ പ്രശ്നം, ഇവിടെ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ മനുഷ്യജന്മം എടുക്കും, മനുഷ്യനുണ്ടാകും. അവരോടുകൂടെ 1,40,000 പേര് ഉണ്ടാകും. ഈ സിംഹാസനത്തിൻ്റെ മുൻപിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന വലിയൊരു കൂട്ടം ഉണ്ടാകും. ഈ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനം വെച്ച് അതിൽ 24 മൂപ്പന്മാരിയിരിക്കും. ഈ സിംഹാസനം ഇരിക്കുന്നത് ഒരു ആലയത്തിലാണ്. ഈ ദൈവാലയത്തിൽ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാവും. ഇവരുടെ അവകാശം പുതിയ യെരുശലേമിലും സിയോൻ പർവ്വതത്തിലുമായിരിക്കും. അതുപോലെ തന്നെ നീതീകരണവും പുതിയ യെരുശലേമിൽ പ്രവേശിക്കാൻ തക്കവണ്ണമുള്ള വിശുദ്ധിയൊന്നും പ്രാപിച്ചിട്ടുമില്ല, എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട് എന്നുള്ളവരെ, സുവിശേഷം അറിയാതെ മരിച്ചുപോയവരും അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളെ, മനുഷ്യരെ ഈ പുതിയ ഭൂമിയിലും പാർപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. അപ്പോൾ അതുവരെയും ഓർക്കണം, അതുവരെയും സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ദൈവപുത്രൻ, ചുറ്റും ദൂതന്മാർ, വിശേഷപ്പെട്ട ശക്തിയുള്ള ദൂതന്മാർ, മുഴുവനും സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും മുഴുവനും ദൂതന്മാർ, ആകാശ സൈന്യം, അതുപോലെ തന്നെ ഭൂമിയിൽ പാർത്തിരുന്ന കെരൂബുകൾ, ഇങ്ങനെ മുഴുവനും എവിടെ നോക്കിയാലും ദൂതന്മാരുടെയും കെരൂബുകളുടെയും ആകാശ സൈന്യത്തിൻ്റെയും ആധിപത്യമായിരുന്നു മുഴുവനും. ഇത് മുഴുവനും മാറ്റാൻ കർത്താവ് തീരുമാനിച്ചു. ഈ കൂട്ടതൊന്നും ഇനി ആധിപത്യത്തിലില്ല. ഇനി ആധിപത്യം കർത്താവ് കൊടുക്കാൻ പോകുന്നത് ദൈവപുത്രനായ ക്രിസ്തുയേശുവിനാണ്. ക്രിസ്തു ഒരു മനുഷ്യ ജന്മം എടുക്കും. അവനാണ് യേശു എന്ന മനുഷ്യനായിട്ട് വരും. രണ്ടാമത് അവനെപ്പോലെ 1,40,000 പേര് വരും. പിന്നെ അവന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വലിയൊരു കൂട്ടം അവൻ്റെ മുമ്പിൽ വരും. അതുപോലെ തന്നെ അവനെ ആരാധിക്കുന്ന ഒരു കൂട്ടം വരും. അതുപോലെ തന്നെ പുതിയ ഭൂമിയിൽ വസിക്കുന്ന കൂട്ടം വരും. ഇങ്ങനെ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെ പ്രകാശിക്കുന്ന വലിയൊരു കൂട്ടം വരും. ഈ കൂട്ടത്തിൽ എല്ലാം വ്യക്തികളെ നിയമിച്ചതിന് ശേഷം ശേഷിക്കുന്നതും ശരിയാക്കാൻ പറ്റാത്തതും ദൈവത്തോട് ദ്രോഹം ചെയ്തതുമായിട്ടുള്ള സകലത്തിനെയും കൂട്ടി തീപ്പൊയ്കയിലേക്ക് ഇട്ടുകളയും. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ദൈവം ഒരുക്കിയിട്ടുള്ള തീപ്പൊയ്കയുണ്ട്, അന്ത്യന്യായവിധികൾ. ആ തീപ്പൊയ്കയിലേക്ക് ഇട്ടുകളയും. പിന്നീട് നിത്യത ആരംഭിക്കുകയാണ്. ദൈവവും തൻ്റെ ജനവുമായിട്ട് നിത്യതയിൽ പ്രവേശിക്കും. ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്, ദൈവം ഇതിന് വേണ്ടിയിട്ടാണ് മനുഷ്യ സൃഷ്ടി നടത്താൻ പോകുന്നത്. അപ്പോൾ മനുഷ്യ സൃഷ്ടി നടത്തി നിത്യതയിലേക്ക് ദൈവവും ഈ മനുഷ്യ സൃഷ്ടിയുമായിട്ട് പ്രവേശിച്ചാൽ അവിടെ ഇവർക്കൊന്നും സ്ഥാനമില്ല. ആർക്കും സ്ഥാനമില്ല? ഈ പിശാചിനോ അവൻ്റെ സൈന്യത്തിനോ അവൻ്റെ കൂടെയുള്ളവർക്കോ ഈ ദുഷ്ടാത്മ സേനയ്ക്കോ അവർക്കൊന്നും സ്ഥാനമില്ല. കാരണം അവർക്കൊന്നും മനുഷ്യജന്മം കിട്ടില്ല, അവർക്കൊന്നും മനുഷ്യജന്മമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവർ നോക്കിയപ്പോൾ താൻ ആഗ്രഹിച്ച സ്ഥാനം, അതായത് ഞാൻ അത്യുന്നത സമനാകും എന്ന് പറഞ്ഞ ലൂസിഫർ നോക്കുമ്പോൾ ആ സ്ഥാനത്ത്, ആ സിംഹാസനത്തിൽ ഈ മനുഷ്യനെ കൊണ്ടിരുത്താൻ പോവാം. അതുപോലെ തന്നെ ഞങ്ങളായിരുന്ന ആ പദവിയിലൊക്കെയും, ഈ അതിശ്രേഷ്ഠ പദവിയിലൊക്കെയും മനുഷ്യനെ കൊണ്ട് നിറയ്ക്കാൻ പോവാം. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി അവനും തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നീതി അവിടെ ഉള്ളത്,
ഇവൻ്റെ ന്യായം പറയാനായിട്ട് ഇവന് സ്വർഗ്ഗത്തിൽ ഒരു സ്ഥലം ദൈവം അനുവദിച്ചിട്ടുണ്ട്. അവൻ്റെ ദൈവത്തിന് മുമ്പാകെ ഒരു സ്ഥലമുണ്ട്. അവൻ്റെ വന്നു നിന്ന് അവൻ പ്രതിയാണ്, കുറ്റക്കാരനാണ്, അവൻ ന്യായം വിധിക്കപ്പെടാൻ പോകുന്നവനാണ്. എന്നാൽ അവൻ്റെ ന്യായം പറയാനുള്ള അധികാരം, അതിനുള്ള അവകാശം നീതിമാനായ ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അവൻ അവിടെ വന്ന് നിൽക്കും. അവന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എല്ലാം കണക്കാ. മനുഷ്യനും കണക്കാ. സൃഷ്ടിയാണോ? സൃഷ്ടിയാണെങ്കിൽ എല്ലാം അവനെ പോലെയാ. ഇത് അവൻ ദൈവത്തിന് മുമ്പാകെ വാദിച്ചുകൊണ്ടിരിക്കും. ഇത് ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ മുതൽ ഇതുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ഇയ്യോബിനെ പരീക്ഷിച്ച അതേ ശത്രു ഹവ്വയെ പരീക്ഷിച്ചപ്പോൾ ഹവ്വ തോറ്റുപോയതോടുകൂടി ഹവ്വയുടെയും ആദാമിൻ്റെയും കീഴിലാക്കിയിരുന്ന ഈ ലോകം, ഈ 6 ദിവസത്തെ സൃഷ്ടി നേരെ അവൻ്റെ കീഴിലേക്ക് വന്നു. ആദാം ഹവ്വയും അവൻ്റെ കീഴിലേക്ക് വന്നു. ആദാമിനെയും ഹവ്വയും അവൻ്റെ കീഴിലാക്കിയതോടുകൂടി ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വ്യക്തിത്വം അവൻ്റേതാകാൻ ഇടയായി തീർന്നു. അപ്പോൾ ഒരു ശിശു ജനിക്കും. ആദാമും ഹവ്വയും ഒരുമിച്ച് കൂടി വരുമ്പോൾ ഇവളുടെ ഗർഭത്തിൽ ഒരു ശിശു ജനിക്കാനായിട്ട് ആരംഭിക്കുന്ന ദിവസമാണ്, ഒരു സമയമാണ്. ഈ സമയത്ത് ഇവൻ വരും, ദൈവവും വരും, രണ്ടുപേരും ഉണ്ട്. ഓക്കെ. ഇവിടെ വരുമ്പോഴത്തേക്കും ദൈവം ഉദ്ദേശിച്ചിരുന്നത് ദൈവത്തിൻ്റെ പുസ്തകത്തിലില്ലാത്ത ഒരാളെയും മനുഷ്യ ജന്മം എടുക്കാൻ സമ്മതിക്കില്ല. ഒരു മനുഷ്യജന്മം ഒരു ആളെയും ഒരു ജന്മത്തെയും ദൈവത്തിൻ്റെ പുസ്തകത്തിലില്ലാത്ത സമ്മതിക്കില്ല. എന്നാൽ വീഴ്ച വന്നതോടുകൂടി സാത്താൻ വന്നു അവൻ്റെ പ്രജയെ മകനായി കൊടുക്കണം. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവിടെ അങ്ങനെ അവൻ്റെ പ്രജ ഇവിടെ ജനിക്കാൻ അവസരം വന്നു. അവൻ്റെ പ്രജ ജനിക്കാൻ അവസരം വന്നതോടുകൂടി അവൻ്റെ പക്ഷക്കാരിവിടെ ജനിച്ചു. ഇത് ജനിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജനിച്ചാലുള്ള പ്രത്യേകത 58-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, 58-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ, ദുഷ്ടന്മാർ ഗർഭം മുതൽ പുരുഷന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. ഗർഭത്തിൽ വന്നപ്പോൾ ഹവ്വ ഗർഭം ധരിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗർഭം കൊടുക്കുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട്. 127-ാം സങ്കീർത്തനം പറയുന്നത് ഉദരഫലം ദൈവം നൽകുന്ന പ്രതിഫലമായിട്ട് കൊടുക്കും. അപ്പോൾ ഹവ്വ ഗർഭം ധരിക്കാൻ പോകുമ്പോഴത്തേക്കും സാത്താൻ വന്ന് ശേഷം അവൻ്റെ പ്രജയെ കൊടുക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ പ്രജയെ കൊടുക്കണം. ദൈവത്തിൻ്റെ പ്രജയെ കൊടുക്കണമെങ്കിൽ അതിനുള്ള നീതി അവർക്ക് വേണം. സാത്താൻ്റെ പ്രജയെ കൊടുക്കണമെങ്കിൽ അതിനുള്ള അനീതിയും വേണം. അവൻ പറഞ്ഞ ഭാഗം ശരിയാ. കാരണം അവൻ പറഞ്ഞ വാക്ക് കേട്ട് അത് വിശ്വസിച്ച് ദൈവത്തെ അവിശ്വസിച്ച് ആ പഴം പറിച്ചു തിന്നതാ ഇവള്. അപ്പോൾ അവളുടെ മേലെ അവന് അവകാശം ഉണ്ട്. കൊടുക്കേണ്ടി വന്ന് കായീനെ കൊടുത്തു. ഒരു പ്രജയെ കൊടുത്തു. അത് അവൻ്റെ പക്ഷക്കാരനാണ്. ആ പക്ഷക്കാരനെ എവിടെ കൊടുത്തു? അങ്ങനെ ലോകത്തിലേക്ക് ഒരു പ്രജ, ദൈവത്തിന് വിരോധിയായിട്ടുള്ളതും ദുഷ്ടനായിട്ടുള്ള ഒരു പ്രജ കൊടുത്തു. പക്ഷെ ഗർഭത്തിൽ വന്ന സമയത്ത് ഉണ്ടായ സംഭവം, ദുഷ്ടന്മാർ ഗർഭം മുതൽ പുരുഷന്മാരായിരിക്കുന്നു, തൻ്റേതല്ല എന്ന് കണ്ട സമയം മുതൽ ദൈവം അതിൽ ഇടപെടില്ല. കാരണം ഇതിൻ്റെ ഒറിജിൻ ദുഷ്ടനാണ്. ഇതിൻ്റെ ഉത്ഭവം ശത്രുവാണ്. മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നല്ല. അതുകൊണ്ട് എന്നാൽ ഒരു മനുഷ്യന് ജീവിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ സമ്പത്തും, അതിനുവേണ്ട എല്ലാ സന്തോഷങ്ങളും എല്ലാം അവന് കൊടുക്കും. അവന് കൊടുക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം കർത്താവിൻ്റെ വചനത്തിൽ യേശു പറഞ്ഞല്ലോ, അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഞ്ഞും മഴയും അയച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്യും. പക്ഷേ അവരുടെ ആത്യന്തികമായ കാര്യത്തിൽ ഇടപെടില്ല. കാരണം വചനം പറയുന്നത് ദുഷ്ടന്മാർ ഗർഭം മുതൽ പുരുഷന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. ജനനം മുതൽ ഇവർ നുണ പറയുള്ളൂ, തെറ്റി നടക്കും. എത്ര നന്നായിട്ട് പറഞ്ഞു കൊടുത്താലും, എത്ര നന്നായിട്ട് നടത്തിയാലും അവരത് നിൽക്കില്ല, അത് തെറ്റിപ്പോവും, നുണയെ പറയുള്ളൂ.
അവൻ അവൻ നല്ല നീതിമാനാട്ടോ, നുണ പറയില്ലാന്ന് തോന്നും. ആവശ്യം വരണം, ആവശ്യം വരണം. അവൻ്റെ ആവശ്യം വരുമ്പോൾ അവൻ്റെ അതിന് വേണ്ടിയിട്ട് നുണ പറയും. കാരണം അവൻ നുണ പറഞ്ഞില്ലെങ്കിൽ തന്നെ അവൻ്റെ ജീവിതത്തിൽ മറ്റേതെങ്കിലും ഭോഷ്കിൻ്റെ വഴി അവനിലുണ്ട്. ഇങ്ങനെ ഒരു പ്രജ ജനിക്കാനിടയായി തീർന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തുകൊണ്ട് ശത്രുവിൻ്റെ മക്കൾ ഇവിടെ ജനിക്കാനിടയായി തീർന്നു എന്നാണ്. അപ്പോൾ ഭോഷ്ക് പറയുന്നവൻ അവൻ്റെ അപ്പനുമാകുന്നു. ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ഈ ഭോഷ്കുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഇന്ന തരത്തിൽ തോന്നുന്നു നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ തന്നെ കർത്താവ് ആദാമിനോട് പറഞ്ഞിരുന്ന കാര്യം, അതായത് സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ വരും, അവൻ ഈ പാപങ്ങളുടെ പരിഹാരത്തിന് യാഗമായി തീരും, അതോടുകൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടും മുതലായിട്ടുള്ള വാഗ്ദത്ത വചനങ്ങൾ ആദാമിനോട് പറഞ്ഞത് ആദാം അത് വിശ്വസിച്ച് അത് മക്കളിലേക്ക് പകർന്നു. അപ്പോൾ അവിടെ ദൈവപുത്രൻ എന്നുള്ള നീതി വിട്ട് പാപിയായി തീർന്നതിന് ശേഷം നീതിമാന്റെ വരവിനെക്കുറിച്ചുള്ള മുന്നറിയിച്ചിട്ടുള്ള വാക്ക് കേട്ട് വിശ്വസിച്ച്, ദൈവം പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ട നീതീകരണമാണ് പിന്നെ ആദാമിനും ഹവ്വയ്ക്കും ഉള്ളത്. അങ്ങനെ ആ വിശ്വാസത്തിന്മേൽ അവർക്ക് ശിശുക്കൾ ജനിച്ചു. അതിലൊന്നാണ് ഹാബേൽ, അതിൽ ഒന്നാണ് ശേത്ത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു തലമുറ. അപ്പോൾ രണ്ട് തരത്തിലും മനുഷ്യൻ ജനിക്കുന്ന ഒരവസ്ഥ വന്നു. ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും ദുഷ്ടൻ്റെ പ്രജകൾ വന്നു, നീതിമാന്റെ പ്രജകളും വന്നു. ദൈവത്തിൻ്റെ പുസ്തകത്തിലുള്ള പ്രജകളും വന്നു, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഇല്ലാത്ത പ്രജകളും വന്നു. ഇങ്ങനെയുള്ള അവകാശം ശത്രു പറഞ്ഞ് യൂദ ജനിച്ചപ്പോൾ യൂദയുടെ അമ്മയുടെ അടുക്കൽ ചെന്നു. വചനത്തിൽ 109 സങ്കീർത്തനത്തിൽ യൂദയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണ്? അവൻ്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകരുതേ, അവൻ്റെ പിതാക്കന്മാരെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ, അവൻ്റെ അനാഥരോട് ആർക്കും കൃപയുണ്ടാകരുതേ, അവൻ കൃപ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ, എളിയവനെയും മനം തകർന്നവനെയും അവൻ മരണപര്യന്തം ഉപദ്രവിച്ചു. അപ്പോൾ അവൻ്റെ തെറ്റ്, അവൻ്റെ അമ്മയുടെ പാപം, അവൻ്റെ പിതാക്കന്മാരുടെ പാപം, തലമുറയിൽ കിടക്കുന്ന പാപം, എല്ലാം കൊണ്ടും അവൻ തിങ്ങിയവനാണ്. അതുകൊണ്ട് അവിടെ അവകാശം പറഞ്ഞ് യൂദയുടെ തലമുറയിൽ യൂദയുടെ അമ്മയുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു പ്രജയെ കൊടുത്തു. ഈ പ്രജയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, അവരിൽ ഒരുത്തനൊരു പിശാചാവും. അപ്പോൾ നമ്മൾ പിശാചെന്ന് പറയുന്ന ആദ്യത്തെ പറഞ്ഞു, മനുഷ്യവംശം ഉണ്ടാകുന്നതിന് മുമ്പ്, ലോകമുണ്ടാകുന്നതിന് മുമ്പ് ദൂതന്മാരുടെ വീഴ്ചയിൽ വന്ന ആ കാലഘട്ടത്തിൽ വീണുപോയ ദൂതന്മാരുടെ ആ സമൂഹത്തിൻ്റെ പേരാണ് പിശാചുക്കൾ. അതിലൊരാളാണ് യൂദ എന്നാണ് കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞത്. 12 പേരെ തിരഞ്ഞെടുത്തില്ലേ, അതിലൊരുത്തനൊരു പിശാചാകുന്നു. യൂദ എന്തുകൊണ്ട് ജനിച്ചു? ഇപ്പോൾ നമ്മൾ വായിച്ചുള്ള 109 സങ്കീർത്തനത്തിൽ അവൻ്റെ അമ്മയുടെയും അവൻ്റെ പിതാക്കന്മാരുടെയും അകൃത്യ നിമിത്തം. അടുത്തൊരു വിഷയം, യൂദ ഇങ്ങനെയുള്ളവനാണെന്ന് അറിഞ്ഞിട്ട് കർത്താവ് എന്തിനാ തിരഞ്ഞെടുത്തത്? 12 ശിഷ്യന്മാരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുത്തതിനാ? അത് ദൈവത്തിൻ്റെ നീതിയാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. മാത്രമല്ല, എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ദൈവം ആഗ്രഹിക്കും. ഒരു മനുഷ്യനും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. തൻ്റെ സൃഷ്ടിയോടൊക്കെയും അവന് കരുണ തോന്നുന്നു. ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ ദുരുദ്ദേശത്തോടുകൂടിയായിരിക്കും വന്നത്. പക്ഷെ തൻ്റെ അടുക്കൽ വരുന്നവനെ താൻ തള്ളിക്കളയില്ല. വ്യവസ്ഥ പ്രകാരം താൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ, മുൻ നിശ്ചയത്തിലില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ, ആദ്യം കാണിക്കുന്ന എരിവ് കണ്ടിട്ടുണ്ടോ? ഭയങ്കര
ഭയങ്കരമായിട്ടങ്ങ് ശോഭിക്കും, കത്തിപ്പടരും. നമ്മുടെ സഭകൾ കാണാൻ സാധിക്കും. അവസാനം അവർ സകല ദ്രോഹികളും ആ സഭ ഇല്ലാതാക്കാൻ അവർ മതി. ഇങ്ങനെയൊക്കെ ആയിത്തീരും. അപ്പോൾ ഇങ്ങനെ പ്രകാശിച്ചതോടുകൂടി കർത്താവ് ശിഷ്യനായിട്ട് തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ നീതിയാണ്. കാരണം നാളെ അവനൊന്നും പറയാനില്ല. നിന്നെ എടുത്തില്ലേ, നിനക്ക് രക്ഷപ്പെടാൻ അവസരം തന്നില്ലേ, തന്നു. നീ എന്ത് ചെയ്തു? അവൻ്റെ സ്വഭാവം കാണിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രകാരമാണ്. ജനനം മുതൽ അവർ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. ആര്? ദൈവത്തിനല്ലാത്തവർ. ഗർഭം മുതൽ ഭ്രഷ്ടരായവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവർ എത്ര വന്നാലും പരിജ്ഞാനത്തിലെത്തുകയില്ല. യൂദാ ഭോഷ്ക് പറഞ്ഞെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, ഭോഷ്ക് പ്രവർത്തിക്കും. കാരണം എന്താ? കാരണം വചനം പറയുന്നത്, ഒരിക്കൽ മറിയ കർത്താവിനെ തൈലം പൂശി കണ്ണുനീര് കൊണ്ട് കാല് കഴുകി മുടി കൊണ്ട് തോർത്തി എല്ലാം ചെയ്തപ്പോൾ യൂദ പറഞ്ഞു, ഈ ഇത്രയും വില കൂടിയ ഈ തൈലം വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? 300 വെള്ളിക്കാശിന് ഇത് വിറ്റ്. വെള്ളിക്കാശെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 300 വെള്ളിക്കാശെന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ മുതലാ? അതിന് വിറ്റ് ഇത് ദരിദ്രം കൊടുക്കാമായിരുന്നല്ലോ. അപ്പം പറഞ്ഞത് പ്രത്യക്ഷത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് ദരിദ്രരെ കുറിച്ച് വിചാരം ഉണ്ടായതുകൊണ്ടല്ല, പിന്നെയോ അവൻ കള്ളനാകൊണ്ടും പണസഞ്ചിയിലിട്ടത് അവൻ എടുത്തു വന്നുകൊണ്ടാവും. അവനിപ്പോഴും കളവാ പണി. കർത്താവിനോട് കൂടെ നടന്നവർക്ക് വേണ്ട ഭക്ഷണത്തിനും കാര്യങ്ങൾക്കും എല്ലാം പൈസ സൂക്ഷിപ്പുകാരൻ അവനാ. പക്ഷെ അവൻ അതിൽ നിന്ന് എടുക്കും. അതാണ് അവൻ്റെ പണി. അവൻ കള്ളനാ. അവൻ്റെ പ്രവൃത്തി ഭോഷ്കാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കള്ളസാക്ഷി ഭോഷ്കെന്ന് വിശ്വസിക്കുന്നു, എന്നാൽ വിശ്വസ്ത മാനസൻ, വിശ്വസ്ത സാക്ഷി ഭോഷ്ക് പറയുകയില്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ ഭോഷ്കില്ലാത്ത അധരം, ഭോഷ്കില്ലാത്ത ഉത്തരം, ഭോഷ്കില്ലാത്ത ഹൃദയം. വചനം പറയുന്നത്, ഭോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. അവരുടെ വായിൽ ഭോഷ്കുണ്ടായിരുന്നില്ല. യഹോവ അവരുടെ മേൽ ഭോഷ്കിന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ഇത് മനുഷ്യനെ സ്വാധീനിച്ചാൽ പിശാചിന്റെ സന്തതിയാ, പിന്നെ പിശാചിന്റെ പ്രവർത്തനമാ പിന്നെ അവനിൽ നിന്ന് പുറപ്പെട്ടെന്ന്. ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവ് വിളിച്ചു വരുത്തും, കർത്താവിന്റെ സാക്ഷിയാക്കി വയ്ക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് സഭ. സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ അവസാനമായി സംശയമില്ലാത്ത ഉത്തരം ലഭിക്കുന്നത് സഭയിൽ നിന്നാണ്. എന്നാൽ ഇവരിൽ നിന്ന് അത് ലഭിക്കില്ല. ആരിൽ നിന്ന്? ദുഷ്ടനിൽ നിന്ന്. വിശ്വസ സാക്ഷി ഭോഷ്ക് പറയില്ല. ദൈവസഭയിൽപ്പെട്ട ഒരാൾ ഭോഷ്ക് പറയില്ല. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുയേശുവിനോടുകൂടി 1,44,000 പേർ എപ്പോഴും അവനോടുകൂടെ നടക്കുന്നവർ സിയോൻ പർവ്വതത്തിൽ നിൽക്കുന്നത് കണ്ടു. അവിടെ കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. 3 ഭാഗങ്ങൾ നമ്മൾ വായിക്കണം. ഭോഷ്കില്ലാത്ത ദൈവം, തിത്തോസ് 1-ാം അധ്യായം. യേശുവിൽ
അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. ദൈവസഭ അവർ പോഷ്കില്ലാത്തവർ തന്നെ. പോഷ്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. കാരണം അവർ വിശ്വസ്ത സാക്ഷികളാണ്. വിശ്വസ്തനായ ദൈവം, വിശ്വസ്തനായ ദൈവപുത്രൻ, വിശ്വസ്തമായ സഭ, ഇവരിൽ പോഷ്കില്ല. ഇവരിൽ പോഷ്കില്ല. അവരാണ് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനം. തൂണെന്ന് പറഞ്ഞാൽ തൂണിൻ്റെ മുകളിലാണ് കെട്ടിടം നിൽക്കുന്നത്. ഇതുപോലെയാണ് ദൈവസഭയുടെ മേലാണ് സത്യം നിൽക്കുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരുമാണ്. അവർ സത്യത്തെ ഉയർത്തി നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് സർവായുധവർഗം ധരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. സത്യം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. വിശ്വസ്ത സാക്ഷി പോഷ്ക് പറയുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.